ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ്സ് ഓർ ഗോൾസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഒബ്ജക്റ്റീവ്സും ഗോൾസും ആണ് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ പ്രധാനമായിട്ടും രണ്ട് ബ്രോഡ് ഹെഡിങ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന ഫസ്റ്റ് ഹെഡിങ് ആണ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്, സെക്കൻഡ് ആണ് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സും ഉണ്ട്, അതുപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സും. ഇനി ഇതിലെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിന് തന്നെ പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫസ്റ്റ് വരുന്നതാണ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയും. സെക്കൻഡ് ആണ് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് അല്ലെങ്കിൽ വെൽത്ത് മാക്സിമൈസേഷൻ. തേർഡ് ആണ് വാല്യൂ മാക്സിമൈസേഷൻ. അപ്പോൾ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത്, വാല്യൂ മാക്സിമൈസേഷൻ. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ എന്താണ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് റിഗാർഡഡ് ആസ് ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് എൻ്റർപ്രൈസസ്. ഏതൊരു ബിസിനസ് എൻ്റർപ്രൈസസിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ട് കണക്കാക്കുന്നത് ഏതാണ്? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതാണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ടു സേഫ് ഗാർഡ് ദി എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദി പേഴ്സൺ ഹു ആർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് ദി കമ്പനീസ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കമ്പനിയിൽ എന്തുണ്ടായിരിക്കും? ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒരുപാട് ആൾക്കാർ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ആൾക്കാരുടെയൊക്കെ എക്കണോമിക് ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യുക, സംരക്ഷിക്കുക എന്ന് പറയുന്നതും എന്തിൻ്റെ എയിം തന്നെയാണ്? ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവിൽ പ്രധാനപ്പെട്ടത് വരുന്നതാണ്. അപ്പോൾ ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു ഡെഫിനിഷൻ പോലെ പഠിക്കാം. അക്കോർഡിംഗ് ടു ദ വ്യൂ, ദ എയിം ഓഫ് FM ഈസ് ടു ഏൺ മാക്സിമം റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, ദാറ്റ് ഈസ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഫണ്ട്. നമുക്കറിയാം, നമ്മുടെ കമ്പനിയുമായിട്ട് ഒരുപാട് പേര് റിലേറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും, ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ ഷെയർ ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സും എന്ത് കൊണ്ടുവരുന്നുണ്ട്? കമ്പനിക്ക് ഷെയർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. ഈ ഷെയർ ക്യാപിറ്റലിൻ്റെ മാക്സിമം റേറ്റ്, ആ മാക്സിമം റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? FMൻ്റെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഇത്രയും നോക്കിയാൽ മതി. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവാണ് എന്ത് പറയുന്നത്? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ വെച്ചാൽ, എന്താ ചെയ്യുകയാണ്? ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് മാക്സിമം എത്തിക്കുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ കമ്പനിയിൽ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺസിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പ്രോഫിറ്റ് മാക്സിമം ലെവലിൽ എത്തിക്കുന്നുണ്ട്. ഇത്രയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ പറയുന്നത്. അതുപോലെ ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, അഡ്വാൻറ്റേജസ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് വരുന്നത്? ഫസ്റ്റ് പോയിൻ്റ് ആണ്, പ്രോഫിറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഫോർ മെഷറിംഗ് ദ സക്സസ് ഓർ എഫിഷ്യൻസി ഓഫ് എൻ എൻ്റർപ്രൈസസ്. ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് മാക്സിമം ലെവലിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കണക്കാക്കുന്നുണ്ട് ഒരു എൻ്റർപ്രൈസസിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ സക്സസിനെ മെഷർ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് എന്ത് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അല്ല, ഹൈലി പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ നമുക്ക് പറയാം ആ കമ്പനി സക്സസ് ആണ് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആണെന്ന് പറയാം. വളരെ പ്രോഫിറ്റൊക്കെ വളരെ മോശമാണ്, അവിടുത്തെ എംപ്ലോയീസിനും കൂടെ സാലറി കൊടുക്കാനില്ല വെച്ചാൽ നമ്മൾ പറയാം ആ കമ്പനി തകരാറായി, ഇനി അധികം കാലം ആ കമ്പനിക്ക് എന്തുണ്ടാവില്ല? സർവൈവൽ ഉണ്ടായിരിക്കില്ല എന്ന് പറയും. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഏതൊരു കമ്പനിയുടെയും അല്ലെങ്കിൽ ഏതൊരു എൻ്റർപ്രൈസസിൻ്റെയും എഫിഷ്യൻസിയും സക്സസും മെഷർ ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് പ്രോഫിറ്റിനെ കണക്കാക്കപ്പെടുന്നത്. ആണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് ആണ് പ്രോഫിറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ സർവൈവൽ നിലനിൽപ്പിന്, അതുപോലെ ഉന്നതിക്ക് എന്താവശ്യമാണ്? പ്രോഫിറ്റ് അത്യാവശ്യമാണ്. തേർഡ് പോയിൻ്റ് ആണ്, സോഷ്യൽ വെൽഫെയർ ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. സോഷ്യൽ വെൽഫെയർ അച്ചീവ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷനിലൂടെയാണ്. ഇപ്പോൾ സോഷ്യൽ വെൽഫെയർ അച്ചീവ് ചെയ്യാന്നുള്ളതുകൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു, ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർസൊക്കെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ എന്തായാലും എന്ത് കൊടുക്കണം? റിട്ടേൺ കൊടുക്കണം. അപ്പോൾ റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്തായി? അത് ഇൻകം ആയി. അപ്പോൾ സൊസൈറ്റീനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വെൽഫെയർ എന്നുള്ള രീതിയിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മുഖേന അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോർത്ത് പോയിൻ്റ് ആണ്, മാക്സിമം പ്രോഫിറ്റ് മീൻസ് മാക്സിമം റിട്ടേൺ ടു ഷെയർ ഹോൾഡേഴ്സ്. ഒരു കമ്പനിക്ക് മാക്സിമം ലെവലിൽ പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കമ്പനി തീർച്ചയായിട്ടും എന്ത് ചെയ്യും? അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം റിട്ടേൺസ് കൊടുക്കും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കമ്പനിയിൽ അവരെന്ത് ചെയ്യുകയാണ്? അവരുടെ ക്യാഷ് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കമ്പനി അത് കമ്പനിയുടെ ഫർദർ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് കമ്പനി അത് യൂസ് ചെയ്യും. എന്നിട്ട് കമ്പനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ ആയിട്ട് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം?
മാക്സിമം ആണെങ്കിൽ പ്രോഫിറ്റ് മാക്സിമം ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് എന്തുതന്നെയായിരിക്കും, മാക്സിമം തന്നെയായിരിക്കും. അതാണ് മാക്സിമം പ്രോഫിറ്റ് മീൻസ് മാക്സിമം റിട്ടേൺ ടു ഷെയർ ഹോൾഡേഴ്സ്. പ്രോഫിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ കൂടും. അത് രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് ആണ് പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ഫണ്ട് ടു ഫ്യൂച്ചർ എക്സ്പാൻഷൻ. അപ്പോൾ നമ്മൾ കമ്പനിക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് അട്രാക്ട് ഇൻവെസ്റ്റേഴ്സ്. ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷനിലൂടെ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ഹൈലി പ്രോഫിറ്റ് ആയിട്ടുള്ള കമ്പനിയാണെങ്കിൽ അവിടുത്തെ വേറെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ എന്ത് തോന്നും, ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്, ആ കമ്പനിയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് റിട്ടേൺ കിട്ടുമെന്ന് കരുതും. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈലി പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ പുറത്ത് നിൽക്കുന്ന ഇൻവെസ്റ്റേഴ്സിനും കൂടെ അത് എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ സേവിങ്സും സെക്യൂരിറ്റീസൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് ക്രിറ്റിസിംസ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ക്രിറ്റിസിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ കുറച്ച് ക്രിറ്റിസിംസ് പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ലിമിറ്റേഷൻസോ എന്ത് വേണേൽ പറയാം ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഫ്യൂച്ചർ ഈസ് അൺസർട്ടൺ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മാക്സിമൈസ് വാട്ട് ഈസ് അൺനോൺ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺനോൺ ആണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്. അപ്പോൾ എത്രത്തോളം മാക്സിമൈസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് ക്രിറ്റിസിസം ആണ് ഇറ്റ് ഇഗ്നോർസ് ദ റിസ്ക് ഫാക്ടേഴ്സ്. റിസ്ക് ആൻഡ് പ്രോഫിറ്റ് ആർ ഡയറക്ട്ലി റിലേറ്റഡ്. അപ്പോൾ ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രിൻസിപ്പിൾ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. നമുക്കറിയാം റിസ്ക്കും പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി റിലേറ്റ് ചെയ്യുന്നുണ്ട്. റിസ്ക് കൂടുതലുള്ള ഫേം ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് എന്ത് ചെയ്യും, കൂടും. റിസ്ക് കുറവുള്ള ഫേം ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് എന്ത് ചെയ്യും, കുറയും. അങ്ങനെ റിസ്ക്കും പ്രോഫിറ്റും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഇഗ്നോർ ചെയ്യുന്നു. അപ്പോൾ അതും അതിൻ്റെ എന്താണ്, ഒരു ലിമിറ്റേഷനാണ്. നെക്സ്റ്റ് പോയിൻ്റ് ആണ് ഇറ്റ് ലീഡ്സ് ടു എക്സ്പ്ലോയിറ്റിംഗ് വർക്കേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, വർക്കേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും അത് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതും എന്ത് ചെയ്യുന്നുണ്ട്, ക്രിറ്റിസിസത്തിൽ വരാറുണ്ട്. അവരെ പരിധിയിലും കൂടുതൽ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇറ്റ് ഈസ് എ നാരോ കൺസെപ്റ്റ്, ദി ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റി ആൻഡ് അതർ പാർട്ടീസ് ആർ ഇഗ്നോർഡ്. ഇതെന്ന് പറയുന്നത് ഒരു ചെറിയ കൺസെപ്റ്റാണ്. സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റും മറ്റു പാർട്ടീസിൻ്റെ ഇൻട്രസ്റ്റൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ദിസ് അപ്രോച്ച് ഈസ് കംപ്ലീറ്റ്ലി സൈലൻറ്റ് ഓൺ ടൈമിംഗ് ഓഫ് പ്രോഫിറ്റ് ടു ബി മാക്സിമൈസ്ഡ്. ഈ അപ്രോച്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സൈലൻ്റ് ആണ്. ഏത് സമയത്ത്, ഓൺ ദി ടൈമിംഗ് ഓഫ് പ്രോഫിറ്റ് ടു ബി മാക്സിമൈസ്ഡ്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന സമയം വരെ ഈ അപ്രോച്ച് എന്ന് പറയുന്നത് സൈലൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. നെക്സ്റ്റ് ലിമിറ്റേഷൻ ആണ് ദ ടേം പ്രോഫിറ്റ് ഈസ് എ വാഗ്യൂ ആൻഡ് ഇറ്റ് പ്രെസീസ് മീനിങ് നോട്ട് ക്ലിയർ. ഒരു ടേം പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തല്ല, അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ക്ലിയർ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ പ്രധാനപ്പെട്ട ക്രിറ്റിസിസംസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് വെൽത്ത് മാക്സിമൈസേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ ഫസ്റ്റ് വരുന്നതാണ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, സെക്കൻഡ് വരുന്നതാണ് വെൽത്ത് മാക്സിമൈസേഷൻ, തേർഡാണ് വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെയാണ് വെൽത്ത് മാക്സിമൈസേഷൻ. According to Solomon Ezra, the ultimate goal of FME to maximization of shareholders wealth. ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഗോൾ എന്ന് പറയുന്നത് എസ്രയുടെ അഭിപ്രായ പ്രകാരം ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഒരു ചെറിയൊരു കൺസെപ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനും എന്താണ്, സെയിം ആണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ നമ്മൾ എന്താ പറഞ്ഞത്, കമ്പനിയുടെ പ്രോഫിറ്റ് നമ്മൾ മാക്സിമൈസ് ചെയ്താൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺസ് എന്ത് ചെയ്യും, കൂടുമെന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ FM എന്താ ഉദ്ദേശിക്കുന്നത്, മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമം കൂട്ടുക. അതാണ് ഒരു ഓർഗനൈസേഷൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്നാണ് വെൽത്ത് മാക്സിമൈസേഷൻ തിയറി പ്രകാരം സോളമൻ എസ്ര ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എയിം അറ്റ് മാക്സിമൈസേഷൻ ദ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂസ് ആണ് കൂട്ടുന്നത്. അപ്പോൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂസ് ഒക്കെ കൂട്ടും. അപ്പോൾ ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂസ് കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇക്വിറ്റി എന്ത് കൂടുന്നുണ്ട്, ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തും അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേൺ എമൗണ്ടും കൂടും. അങ്ങനെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. The maximization of wealth means maximization of market price per share in the long run. ഒരു മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷെയറിൻ്റെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ കൂട്ടുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇക്വിറ്റി ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഒരു ദീർഘകാലത്തേക്ക് മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇക്വിറ്റി ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ എന്ത് ചെയ്യും, കൂടും. അങ്ങനെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസേഷൻ വരും. അപ്പോൾ അതാണ്
സെക്കൻഡ് ഒബ്ജക്റ്റീവ് പ്രകാരം പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ. ഇവിടെ നോക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്താണ് കൂട്ടാൻ നോക്കുന്നത്. ഇനി വെൽത്ത് മാക്സിമൈസേഷൻ തിയറിയുടെ കുറച്ച് അഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ്: ഇറ്റ് കൺസിഡർ ടൈം വാല്യൂ ഓഫ് മണി. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് കൺസിഡർ ദി ഇൻട്രസ്റ്റ് ഓഫ് വേരിയസ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് സൊസൈറ്റി അറ്റ് ലാർജ്. ഇവിടെ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. ആ ഷെയർ ഹോൾഡേഴ്സിനെ അതുപോലെ സൊസൈറ്റിയുടെ ഒക്കെ ഇൻട്രസ്റ്റും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഇറ്റ് ഗൈഡ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ഫാമിംഗ് സ്യൂട്ടബിൾ ഡിവിഡൻഡ് പോളിസി. ഇപ്പോൾ ഒരു ഡിവിഡൻഡ് പോളിസിക്ക് ഇനി നമുക്ക് വരുന്ന ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസേഷന് ഏത് ഡിവിഡൻഡ് പോളിസിയാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ഏത് ഡിവിഡൻഡ് പോളിസിയാണോ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഗൈഡൊക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഈ വെൽത്ത് മാക്സിമൈസേഷൻ മുഖേന കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഇറ്റ് ഫോക്കസ് ഓൺ ദി ലോങ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ദീർഘകാലത്തേക്കുള്ള ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഒരു വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ്സ് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഇറ്റ് കൺസിഡർ ദി ഇമ്പാക്റ്റ് ഓഫ് റിസ്ക് ഫാക്ടർ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വെൽത്ത് മാക്സിമൈസേഷൻ തിയറി പ്രകാരം അല്ലെങ്കിൽ വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് പ്രകാരം റിസ്ക് ഫാക്ടേഴ്സും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല? റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയാണ് വെൽത്ത് മാക്സിമൈസേഷൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ദ ക്രിറ്റിസംസ് ഓഫ് വെൽത്ത് മാക്സിമൈസേഷൻ. വെൽത്ത് മാക്സിമൈസേഷൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ക്രിറ്റിസംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഇറ്റ് ഈസ് ദ ഇൻഡയറക്റ്റ് നെയിം ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയൊരു മാറ്റേ ഉള്ളൂ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ ഒരു ഇൻഡയറക്റ്റ് നെയിമായിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? വെൽത്ത് മാക്സിമൈസേഷന് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ എന്താ ചെയ്യുന്നത്? പ്രോഫിറ്റ് കൂട്ടുന്നു, അതുമൂലം ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഡയറക്റ്റ്ലി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ ഇൻഡയറക്റ്റ് കൺസെപ്റ്റ് തന്നെയാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്നും പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഓൺലി ലാർജ് ഓർഗനൈസേഷൻസ്. വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏറ്റവും അപ്ലൈ ചെയ്യുന്നത് ലാർജ് ഓർഗനൈസേഷൻസ് മാത്രമാണ്. അത് എൻ്റെ ഒരു ഡിമെറിറ്റ് ആണ്. നെക്സ്റ്റ്, ഓർഗനൈസേഷൻ വിൽ ഹാവ് ടു മെയിൻറ്റെയിൻ ദി സാറ്റിസ്ഫാക്ടറി ഡിവിഡൻഡ് പോളിസി കൺസിസ്റ്റൻ്റ്ലി. ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? സാറ്റിസ്ഫാക്ടറി, അവർക്ക് പറ്റുന്നൊരു ഡിവിഡൻഡ് പോളിസി നിലനിർത്തിക്കൊണ്ടേയിരിക്കണം. നെക്സ്റ്റ് എന്താണ്? റിക്വയർ മോർ എഫേർട്ട് ഫ്രം മാനേജ്മെൻറ്റ് ടു എൻഹാൻസ് ഇൻഫോർമേഷൻ സിസ്റ്റം ആൻഡ് എംപ്ലോയീസ് കാപ്പബിലിറ്റി. എംപ്ലോയീസിൻ്റെ കാപ്പബിലിറ്റിയും അതുപോലെ ഇൻഫോർമേഷൻ സിസ്റ്റം ഒക്കെ എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിന് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് വെൽത്ത് മാക്സിമൈസേഷൻ്റെ പ്രധാനപ്പെട്ട ക്രിറ്റിസംസ് പറയുന്നത്. നെക്സ്റ്റ് ആണ് വാല്യൂ മാക്സിമൈസേഷൻ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണമാണുള്ളത്, ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് മൂന്നെണ്ണമാണുള്ളത്. ഫസ്റ്റ് വരുന്നതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, സെക്കൻഡ് ആണ് വെൽത്ത് മാക്സിമൈസേഷൻ, തേർഡ് ആണ് വാല്യൂ മാക്സിമൈസേഷൻ. പിന്നെ നമുക്ക് വാല്യൂ മാക്സിമൈസേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് വാല്യൂ മാക്സിമൈസേഷൻ ഈസ് ടു ഇൻക്രീസ് ദ ലോങ് ടേം മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം. ഒരു വാല്യൂ മാക്സിമൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒരു ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒരു ദീർഘകാലത്തേക്ക് കൂട്ടുക എന്നുള്ളതാണ്. ദ ടോട്ടൽ വാല്യൂ ഓഫ് ഓർഗനൈസേഷൻ കംപ്രൈസസ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ അസറ്റ് സച്ച് ആസ് ഇക്വിറ്റി, ഡെപ്റ്റ്, പ്രിഫറൻസ് ഷെയർസ് ആൻഡ് വാറണ്ടീസ്. എന്നുവെച്ചാൽ ഒരു ഫേമിൻ്റെ ഒരുപാട് അസറ്റുകളാണ് ഇതൊക്കെ പറയുന്നത്. ഇക്വിറ്റിയും ഡെപ്റ്റും പ്രിഫറൻസും ഷെയർസും വാറണ്ടീസും ഒക്കെ എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതാണ്. വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റീവാണ് വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിൻ്റെ വാല്യൂസാണ് ഇൻക്രീസ് ചെയ്യിക്കുന്നത്? ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ അസറ്റുകളായിട്ടുള്ള ഇക്വിറ്റി, ഡെപ്റ്റ്, പ്രിഫറൻസ് ഷെയർസ്, വാറൻസ്, ഇതിൻ്റെയൊക്കെ വാല്യൂസാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് സീക്സ് ടു മാക്സിമൈസ് നോട്ട് ഓൺലി ദ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ബട്ട് ഓൾസോ ദ വാല്യൂ ഓഫ് ഓൾ അസറ്റ്. ഇവിടെ ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ മാത്രമല്ല ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെൽത്ത് മാക്സിമൈസേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എന്തിൻ്റെ വാല്യൂ മാത്രമേ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ? ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ മാത്രമേ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ വാല്യൂ മാക്സിമൈസേഷനിൽ എന്തിൻ്റെ വാല്യൂയും കൂടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? ഇക്വിറ്റി ഷെയർസിൻ്റെ മാത്രമല്ല, പകരം മറ്റ് എല്ലാ ഫിനാൻഷ്യൽ അസറ്റുകളുടെയും വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അത്രയാണ് വാല്യൂ മാക്സിമൈസേഷനിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജും ഡിമെറിറ്റും നമുക്ക് പഠിക്കാനില്ല. നെക്സ്റ്റ് വരുന്ന കാറ്റഗറിയാണ് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്ന്. ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സും അതുപോലെ നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സും. അതിൽ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നതാണ് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് പ്രധാനമായിട്ട് 4 എണ്ണമാണുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് എൻഹാൻസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വെൽഫെയർ. അപ്പോൾ ഒരു നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് എൻഹാൻസ് ദി എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വെൽഫെയർ എന്ന് പറയുന്നത്.
നമുക്കറിയാം എംപ്ലോയീസ് എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സിൻ്റെയും ബാക്ക് ബോൺ ആണ്, അവരുടെ നട്ടെല്ലാണ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പ്രധാനപ്പെട്ട ഒരു ഗോൾ എന്ന് പറയുന്നത് തന്നെ എന്താണ്? എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷനും വെൽഫെയറും എൻഹാൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇത് എന്തിലൂടെയൊക്കെയാണ് അച്ചീവ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിന് കറക്റ്റ് ടൈമിൽ വേജസ് കൊടുക്കുക, സാലറീസ് കൊടുക്കുക, അത് നല്ല രീതിയിൽ കൊടുക്കുക, ഗുഡ് വേജസ് ആൻഡ് സാലറീസ് കൊടുക്കുക, അതുപോലെ ഹെൽത്തി ആൻഡ് സേഫ് വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ കൊടുക്കുക, ഗുഡ് പെൻഷൻ സ്കീംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് എംപ്ലോയീസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷനും വെൽഫെയർ ഒക്കെ ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ് ആണ് എൻഹാൻസ് മാനേജ്മെൻറ്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യണം? എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ മാത്രം കൊടുത്താൽ പോരാ, മാനേജ്മെൻറ്റിനും കൂടെ എന്ത് ചെയ്യണം? സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം. നമുക്കറിയാം മാനേജേഴ്സാണ് എന്ത് ചെയ്യുന്നത്? ഒരു കമ്പനിയുടെ എല്ലാ ഒബ്ജക്റ്റീവ്സും മീറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. മാനേജ്മെൻറ്റാണ് ഒരു കമ്പനിയുടെ എല്ലാ ആക്ടിവിറ്റീസും ക്യാരി ഔട്ട് ചെയ്യുന്നതും ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ ഒക്കെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഷുഡ് ടേക്ക് ദ കെയർ ഓഫ് മാനേജേഴ്സ് ദെയർ നീഡ്സ്. മാനേജേഴ്സിൻ്റെ അവരുടെ ആവശ്യപ്രകാരം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം? അവർക്ക് കെയർ കൊടുത്തിരിക്കണം. നെക്സ്റ്റ് വരുന്ന തേർഡ് ഒബ്ജക്റ്റീവ് ആണ് പ്രൊമോട്ട് വെൽ ബീയിങ് സൊസൈറ്റി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വഴി നല്ല വെൽ ബീയിങ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എ കമ്പനി ഈസ് എ പാർട്ട് ഓഫ് സൊസൈറ്റി. നമുക്കറിയാം ഒരു കമ്പനി എന്ന് പറയുന്നത് എന്താണ്? സൊസൈറ്റിയുടെ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? കമ്പനി സൊസൈറ്റീനെയും കൂടെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിരിക്കണം. അതും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഫോർത്ത് നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ് പ്രൊവൈഡ് ക്വാളിറ്റി സർവീസ് ടു കസ്റ്റമേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? കസ്റ്റമേഴ്സിന് ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി സർവീസസ് എന്നുള്ളതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റൊക്കെ അറ്റ് എ ടൈമിൽ നല്ല കോസ്റ്റൊക്കെ കുറച്ചിട്ട് നല്ല പ്രൈസിലൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇത് മുഖേന നമുക്ക് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നിലനിർത്താനും അതുപോലെ ന്യൂ കസ്റ്റമേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാനും അല്ലെങ്കിൽ ന്യൂ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ടാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സിനെ പ്രധാനമായിട്ടും 2 ഹെഡിങ്ങുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സും നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സും. അതിൽ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ, വാല്യൂ മാക്സിമൈസേഷൻ. നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ എൻഹാൻസ് ചെയ്യുക, അതുപോലെ എൻഹാൻസ് മാനേജ്മെൻറ്റ് സാറ്റിസ്ഫാക്ഷൻ, പിന്നെ പ്രൊമോട്ട് വെൽ ബീയിങ് ഓഫ് സൊസൈറ്റി. ഫോർത്താണ് പ്രൊവൈഡ് ക്വാളിറ്റി സർവീസ് ടു കസ്റ്റമേഴ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്.